കോട്ടയം നഗരസഭയിൽ നിന്നും 211 കോടി രൂപ കാണാനില്ല. ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന ഈ വിവരം പുറത്തുവന്നത്. നഗരസഭയുടെ വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ വഴി നടന്ന തട്ടിപ്പിൽ അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുകയാണ് LSGD ജോയിന്റ് ഡയറക്ടർ. മീഡിയ വൺ ബ്രേക്കിംഗ്. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, കോടികളുടെ തട്ടിപ്പ് 211 കോടിയാണ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് കാണാതായിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം. ഇപ്പോൾ പോലീസ് അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ടോ? ദിവ്യ, ഓഡിറ്റ് പരിശോധനയിലാണ് ഈ ഗൗരവ തരത്തിലുള്ള തട്ടിപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. 2023-24 കാലയളവിൽ കോട്ടയം നഗരസഭയിലെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിൽ അടയ്ക്കേണ്ട 211 കോടി രൂപയുടെ തുക ബാങ്ക് അക്കൗണ്ടുകളിൽ ഇല്ല എന്നതാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തേണ്ട 198 കോടി, അതോടൊപ്പം SBIയുടെ അക്കൗണ്ടിൽ ചേർക്കേണ്ട 9.5 കോടി, സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ചേർക്കേണ്ട 65 ലക്ഷം, അതുപോലെ തന്നെ SBIയുടെ മറ്റൊരു അക്കൗണ്ടിൽ ചേർക്കേണ്ട 64 ലക്ഷം തുടങ്ങി 7ഓളം അക്കൗണ്ടുകളിൽ അടയ്ക്കേണ്ട പണം അടച്ചിട്ടില്ല എന്നതാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് വാടക ഇനത്തിലടക്കം സമർപ്പിക്കേണ്ട ചെക്കുകൾ ഉദ്യോഗസ്ഥർ സമർപ്പിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്നതും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിൽ ഗൗരവ തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ട് LSGD ജോയിന്റ് ഡയറക്ടർ സർക്കാരിന് റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കോട്ടയം നഗരസഭയിൽ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ ജീവനക്കാരൻ 2.5 കോടി രൂപ തട്ടിപ്പ് നടത്തിയതിന്റെ വാർത്തകൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു. ആ പ്രതിയെ ഇതുവരെ പിടികൂടുവാൻ കഴിഞ്ഞിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് പുതിയ തട്ടിപ്പ് കോട്ടയം നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വരുന്നത്. 211 കോടി രൂപയുടെ അക്കൗണ്ടിൽ ചേർക്കേണ്ട പണം വിവിധ അക്കൗണ്ടുകളിൽ ചേർത്തിട്ടില്ല എന്നതാണ് ഈ ജോസി, നഗരസഭയിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ തട്ടിപ്പിന് പിന്നിലെന്നാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? നഗരസഭയുടെ ആഭ്യന്തര വിജിലൻസ് വിഭാഗം ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പോലീസ് നടപടികളിലേക്ക് കടന്നിട്ടില്ല. പ്രാഥമികമായും ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ വീഴ്ചയാണ് ഇത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് വാടക ഇനത്തിലടക്കം ലഭിച്ചിരിക്കുന്ന ചെക്കുകൾ കൃത്യസമയത്ത് ബാങ്കുകളിൽ സമർപ്പിക്കപ്പെട്ടിട്ടില്ല. അത് നഗരസഭയുടെ അക്കൗണ്ടിൽ ചേർത്തിട്ടില്ല എന്നതാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത്. ജില്ലാ ജോയിന്റ് LSGD ഡയറക്ടർ ഇത് സംബന്ധിച്ച് സർക്കാരിന് ശുപാർശ നൽകിയിട്ടുണ്ട്. ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും നഗരസഭാ സെക്രട്ടറിയുടെ വിഷയത്തിൽ അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കോട്ടയം നഗരസഭയിലാണ് 211 കോടിയുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. നഗരസഭയുടെ വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് ഈ തട്ടിപ്പ് നടന്നത്. ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ചയാണ് ഇതിന് പിന്നിലെന്നാണ് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത്. എന്തായാലും അന്വേഷണത്തിന് LSGD ജോയിന്റ് ഡയറക്ടർ ശുപാർശ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങളാണ് ജോസി ബാബു നൽകിയത്.